ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന വഴുതനങ്ങ വെച്ച് ഒരു ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാ വഴുതനങ്ങ ഇതേപോലെ ചെറുതായിട്ട് റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്ത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇച്ചിരി തോനെ നിൽക്കണം, എങ്കിൽ ആ വഴുതനങ്ങയ്ക്കകത്തൊക്കെ പിടിക്കണ്ടേ. അതിനുശേഷം എന്താ ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കഴിക്കേണ്ടതായതുകൊണ്ട് എരി കുറച്ച് മാത്രം ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് എരി വേണമെങ്കിൽ ആവശ്യത്തിന് എരി ചേർക്കാം. അതല്ല ചിക്കൻ മസാല ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചേർക്കാം, ഫിഷ് മസാല വേണമെങ്കിൽ അത് ചേർക്കാം. നമ്മൾ എങ്ങനെ മസാല ചേർക്കുന്നോ അതേപോലെ ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. നമ്മൾ ഫുഡെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നല്ല ആ ഉപ്പെല്ലാം അതിൽ നല്ലതായിട്ട് പിടിക്കും. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമ്മളത് അതുപോലെ ഒരു സൈഡ് വെന്ത് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ മസാല പിടിക്കണമെങ്കിൽ മാത്രം കുറച്ച് സമയം നമ്മൾ അത് പുരട്ടി വെച്ചിരിക്കണം. സൂപ്പറായിട്ട് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കളെല്ലാം ഇഷ്ടപ്പെട്ട് കഴിക്കും. സാധാരണ മക്കൾ ആരും കഴിക്കാത്തൊരു സംഭവമാണ് വഴുതനങ്ങ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.